അപ്പോൾ നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ സൈക്കോളജിയുടെ CDPയുടെ എക്സാമിൽ സൈക്കോളജിയുടെ സിലബസിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ വീഡിയോ കാണാത്തവര് സൈക്കോളജിയുടെ സിലബസ് ഒന്ന് പോയി നോക്കിക്കോളുക. അപ്പൊ അതിൽ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് മേജർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സൈക്കോളജിയിൽ നമുക്ക് മൊത്തത്തിൽ 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ യൂണിറ്റിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് യൂണിറ്റിൽ ഫസ്റ്റ് സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രക്ചറലിസത്തിനെ പറ്റിയിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യും. മേജർ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ വരുന്ന ടോപ്പിക്കാണ് സ്ട്രക്ചറലിസം. അപ്പൊ അതിനെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നെക്സ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് വരെ ഉണ്ടാവുക ബിഹേവിയറിസം, ഗെസ്റ്റാൾട്ട് ആൻഡ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് ഒക്കെ ആയിരിക്കും. തേർഡ് യൂണിറ്റിൽ നമ്മൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, കൊഗ്നേറ്റീവ് അപ്രോച്ചസ്, അതുപോലെ തന്നെ ബയോളജിക്കൽ അപ്രോച്ചസ് എല്ലാം പഠിക്കും. ആൻഡ് ഫോർത്ത് സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നുണ്ടാവുക ഇതിൽ ഏതൊക്കെ ഏരിയ നിന്നാണ് മെയിൻ ആയിട്ട് നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും ഗേറ്റ് എക്സാമിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓവറോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷന്റെ മെയിൻ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ സൈക്കോളജിയുടെ ഒരു ബേസിക് ഹിസ്റ്ററി പഠിക്കുക, അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ് പഠിക്കുക. അത് കൂടാതെ ഈ സ്ട്രക്ചറലിസം, മേജർ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിലെ ഫസ്റ്റ് സ്കൂളായിട്ട് വരുന്ന സ്ട്രക്ചറലിസത്തിനെ പറ്റിയിട്ടും നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതില് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം സൈക്കോളജി അതിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആയിട്ട് ഇവോൾവ് ചെയ്യാൻ തുടങ്ങുന്നത് മിഡ് 19th സെഞ്ചുറിയിലൊക്കെയാണ്. അപ്പൊ അതിനു മുന്നേ ഇത് ഫിലോസഫിയുടെ ബ്രാഞ്ചായിട്ടും പിന്നെ ഫിസിയോളജിയുടെ ബ്രാഞ്ചായിട്ടൊക്കെ ആയിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു 19th സെഞ്ചുറിയിലൊക്കെയാണ് സൈക്കോളജിനെ നമ്മൾ ഒരു സെപ്പറേറ്റ് സ്ട്രീമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഓക്കെ, അപ്പം സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഡിറൈവ് ചെയ്യുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അപ്പൊ ഗ്രീക്ക് സൈക്കി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡും അതുപോലെ തന്നെ സെയിം ഗ്രീക്ക് തന്നെയുള്ള ലോഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡും കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്താണ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അവിടെ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതിൽ സൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കിൽ മൈൻഡ് അല്ലെങ്കിൽ സോൾ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കില് സ്റ്റഡി അല്ലെങ്കിൽ ഡിസ്കോഷൻ അതാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഡിറൈവ് ആവുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്നത് സൈക്കോളജിന്റെ ഡെഫിനേഷനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ ഇതിന് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിലെ ഡെഫിനേഷൻ നിങ്ങൾ എന്തായാലും ഈ സ്ലൈഡിലെ ഡെഫിനേഷൻ എന്തായാലും പഠിക്കണം. സെക്കൻഡ് പാർട്ട് ഇഫ് യു ക്യാൻ ഏബിൾ ടു ഹോൾഡ് യു ക്യാൻ. ഓക്കെ, തേർഡ് പാർട്ടിലത് നമ്മൾ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ യു ക്യാൻ സ്റ്റഡി ദാറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്നത് വില്യം ജെയിംസ് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ ആണ്. വില്യം ജെയിംസ് പറഞ്ഞു സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് മെന്റൽ ലൈഫ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഫിനോമിന ആൻഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ മെന്റൽ ലൈഫിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആണെന്നാണ് വില്യം ജെയിംസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിലെ കോർ വേർഡ് അല്ലെങ്കിൽ കീ വേർഡ് ആയിട്ട് വരുന്നത് നമുക്ക് മെന്റൽ ലൈഫ് ആണ്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വില്യം ജെയിംസ് മെന്റൽ ലൈഫ് വെച്ചിട്ടാണ് സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്ന ഡെഫിനേഷനാണ് ജോൺ ബി വാട്സന്റെ അല്ലെങ്കിൽ JB വാട്സന്റെ ഡെഫിനേഷൻ. സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ. അപ്പൊ യു നോ ഹു കോയിൻ ബിഹേവിയറിസം ആൻഡ് ഓൾ. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ്. ഈ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള കോർ വേർഡ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ അത് യൂസ് ചെയ്തത് ജോൺ ബി വാട്സൺ ആണ്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് അഡീഷണൽ ഡെഫിനേഷൻസ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ അതില് വില്യം ജെയിംസിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെന്റൽ ലൈഫ് സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് മെന്റൽ ലൈഫ് ബോത്ത് ഓഫ് ഇറ്റ്സ് ഫിനോമിന ആൻഡ് ഓഫ് ദെയർ കണ്ടീഷൻസ്. ഓക്കെ, ആൻഡ് വില്യം വൂണ്ട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് നിങ്ങൾ മറന്നു പോവാൻ സാധ്യത കുറവാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ വില്യം വൂണ്ടിന്റെ കോൺസെപ്റ്റുകളായിട്ട് അതുപോലെ തന്നെ അവരുടെ ഇന്റർവെൻഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു കീവേഡ് ആണ് കോൺഷ്യസ് എക്സ്പീരിയൻസ്. സോ യു വോണ്ട് ഫോർഗെറ്റ് ദിസ്. ഓക്കെ, അപ്പം കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ് വില്യം വൂണ്ടിന്റെ കീവേഡ് ഡെഫിനേഷൻ്റെ, സൈക്കോളജി ഡെഫിനേഷൻ്റെ. ഓക്കെ,
JB വാട്സൺ പറഞ്ഞത് സൈക്കോളജി is purely objective experimental branch of natural science. Its theoretical goal is prediction and control of behavior. Okay, അപ്പോൾ അത് ഒബ്സർവബിൾ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ അതും പഠിച്ചു വെക്കാം. പിന്നെ അതിന് മോഡേൺ ഡെഫിനേഷൻ ആണ് വരുന്നത്. സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. അപ്പൊ നമ്മൾ മോഡേൺ ഡെഫിനേഷൻസ് എല്ലാം നോക്കുന്ന സമയത്ത് അത് 1998 വന്നതായിക്കോട്ടെ, 2003 വന്ന ഡെഫിനേഷൻ ആയിക്കോട്ടെ, അപ്പൊ ആ ഡെഫിനേഷൻസ് എല്ലാം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് ഈ രണ്ട് ടേംസും കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ലാഹയുടെ ഡെഫിനേഷൻ, സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഓക്കെ, അപ്പൊ ഇത് ലാഹയുടെ ആണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് നയം ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം മോഡേൺ ഡെഫിനിഷൻസിൽ വരുന്നതാണ്. മെന്റൽ പ്രോസസ്സും ബിഹേവിയറും കൺസിഡർ ചെയ്യുമ്പോൾ സൈക്കോളജി മെന്റൽ പ്രോസസ്സിന്റെയും അതുപോലെ തന്നെ ബിഹേവിയറിന്റെയും സയന്റിഫിക് സ്റ്റഡി ആണെന്ന് പറയുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മോഡേൺ ഡെഫിനിഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഡെഫിനിഷൻസ് ഇത് നിങ്ങൾ കുറച്ചുകൂടെ കാപ്പബിൾ ആണ്, യു ക്യാൻ റിമെമ്പർ മച്ച് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റഡി ദിസ് ഓൾസോ. ഓക്കെ, ഇതിൽ സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ റിലേഷൻ ടു ദ എൻവയോൺമെന്റ്. അത് വുഡ്വർത്ത് ആണ് പറഞ്ഞത്. ആൻഡ് മോർഗൻ ആൻഡ് കിങ് പറഞ്ഞത് സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ എന്നാണ്. ഓക്കെ, അപ്പം ഈ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ഓർത്ത് വെക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗോൾസ് ഓഫ് സൈക്കോളജി ആണ്. ഓക്കെ, വൈ ഈ സൈക്കോളജി എന്തിനാ ഒരു ബ്രാഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് സ്ട്രീം ആയിട്ട് കൊണ്ടുവന്നത്, എന്താണ് ഇതിന്റെ ഗോൾ? ഓക്കെ, അപ്പൊ അത് ഒരു ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുക, ആ ബിഹേവിയറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെ ആ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ദ ബിഹേവിയർ. പിന്നെ വരുന്നത് കൺട്രോൾ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ദ ബിഹേവിയർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ഗോൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സിറ്റുവേഷൻ. ഓക്കെ, ഒരു കുട്ടി ഫ്രീക്വന്റ് ആയിട്ട് അഗ്രസീവ് ആവുന്നു, അപ്പോൾ വി ആർ ഡിസ്ക്രൈബിങ് ദാറ്റ് പെർട്ടിക്കുലർ ബിഹേവിയർ. ഓക്കെ, പിന്നെ എക്സ്പ്ലനേഷൻ ഓഫ് ബിഹേവിയർ, അതിന്റെ പോസിബിൾ ഫാക്ടേഴ്സ് എന്തായിരിക്കും? കുട്ടിക്ക് ഇങ്ങനെ അഗ്രസീവ് ആവാനുള്ള റീസൺ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കും, ഫാമിലി എൻവയോൺമെന്റ് ഉണ്ടായിരിക്കും, പിയറിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, വൈ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലനേഷൻ ഫിഗർ ഔട്ട് ചെയ്യുന്നത്. പ്രൊഡിക്ഷൻ, നെക്സ്റ്റ് എന്ത് സംഭവിക്കും, വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. ഓക്കെ, അപ്പം ഈ അഗ്രഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് സംഭവിക്കും? ഓക്കെ, പിന്നെ അതിൽ വരുന്നത് സൈക്കോളജിയിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സൈക്കോളജിയുടെ മറ്റൊരു ഗോളാണ് ടു കൺട്രോൾ ദിസ് ബിഹേവിയർ. അപ്പം നമ്മൾ ഈ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഇത് നാലുമാണ് സൈക്കോളജിയുടെ ഗോൾ ആയിട്ട് വരുന്നത്. ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രഡിക്ഷൻ, കൺട്രോൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നും പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ആയിരിക്കും വരുക, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരാം, സംടൈം ദിൽ ഗിവ് ചേഞ്ച് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്. അപ്പൊ ഈ നാലാമത്തതിൽ എന്ത് വേണേലും വരാം, കൺട്രോൾ വരാം, ഇൻഫ്ലുവൻസ് വരാം, മോഡിഫിക്കേഷൻ വരാം, ചേഞ്ച് ദ ബിഹേവിയർ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചോളാം. അപ്പൊ നമ്മൾ ഇതുവരെ ഡെഫിനിഷൻസ് നോക്കി, അതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി നോക്കി, അത് കഴിഞ്ഞിട്ട് ഗോൾസ് നോക്കി. ഇനി പറയുന്നത് മേജർ ഏരിയാസ് ഓഫ് സൈക്കോളജി ആണ്. ഓക്കെ, അപ്പൊ മേജർ ഏരിയാസ് ഓഫ് സൈക്കോളജി ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണ്ടായിരിക്കും. നമുക്കറിയാം ക്ലിനിക്കൽ സൈക്കോളജീസ്, സോഷ്യൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, ബയോളജിക്കൽ സൈക്കോളജി, cognitive psychology, health psychology, educational, developmental psychology. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ മേജർ ഏരിയാസ് ഓഫ് ദ സൈക്കോളജിയിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജി എന്ന് പറയുന്നത് വില്യം വൂണ്ടിനെയാണ്. ഓക്കെ, അദ്ദേഹം 1879 ജർമ്മനിയിൽ ഒരു സൈക്കോളജിയുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ലബോറട്ടറി സെറ്റപ്പ് ചെയ്തു. ആൻഡ് അത് കറക്റ്റ് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ലീപ്സിംഗ് ജർമ്മനിയിലാണ് ഇൻ ദ ഇയർ 1879. ഈ ഇയർ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലീപ്സിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് ലീപ്സിംഗ് ചോദിച്ചിട്ടുണ്ട്, വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ജർമ്മനി.
ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ദിസ് ഏരിയ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡ് ഞാൻ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത്, ലാസ്റ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ നോട്ടീസ് ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ പറയും ഫ്രൂയിഡ് ആണ് ഫർദർ ഓഫ് സൈക്കോളജി, ബട്ട് ഫ്രൂയിഡ് അല്ല. ഫർദർ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സൈക്കോളജി വരുന്നത് വില്യം വൂണ്ട് ആണ്. പിന്നെ ഇനി നമുക്കപ്പോ നമ്മള് ഈ ലെയ്പ്സിങ്ങിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ലെയ്പ്സിങ് ജർമ്മനിയിലാണ് ലൊക്കേറ്റഡ്. 1879 ഫസ്റ്റ് ലബോറട്ടറി ഫോം ചെയ്യുന്നത്. അപ്പം ഫർദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജി എന്ന് പറയുന്നത് വില്യം വൂണ്ടിനെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ ഹിസ്റ്ററിയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഒരു ഏർലിയസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോർമൽ സ്കൂൾ ഓഫ് സൈക്കോളജി ആയിട്ട് വരുന്നതാണ് സ്ട്രക്ചറലിസം. അപ്പൊ അതൊരു 1896 സ്ട്രക്ചറലിസം വരുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചറലിസത്തിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ മേജർ ഫിഗർ റിലേറ്റഡ് ടു ദിസ് ഇസ് എഡ്വേർഡ് ബി ടിക്നർ ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം വില്യം വൂണ്ടിന്റെ ഒരു സ്റ്റുഡന്റും കൂടെയാണ്. അപ്പൊ വില്യം വൂണ്ടിന്റെ കുറെ കോൺസെപ്റ്റ്സും ഇദ്ദേഹം സ്ട്രക്ചറലിസം കൊണ്ടുവന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു വരുവാണെങ്കിൽ ഞാൻ അതിലിപ്പോ രണ്ട് പേരുടെയും തമ്മിലുള്ള കോൺസെപ്റ്റിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ സ്ട്രക്ചറലിസത്തില് നമുക്കൊരു കോൺഷ്യസ് എക്സ്പീരിയൻസ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ കാണുക. ഓക്കെ, അപ്പൊ ഇഫ് യു സീ ആൻ ഓറഞ്ച്, അപ്പൊ വില്യം വൂണ്ട് ആ ഒരു തോട്ടിനെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ മൂന്നായിട്ട് ഒരു ബേസിക്, അതിൽ 3 ബേസിക് എലമെന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിന്റെ എന്തൊരു കോൺഷ്യസ് എക്സ്പീരിയൻസിനെ നമുക്ക് ബേസിക് യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ എലമെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതില് റെപ്രസെന്റേഷൻ, ഫീലിംഗ്, വിൽ. ഓക്കെ, ഇങ്ങനെ മൂന്നായിട്ടാണ് വില്യം വൂണ്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ സ്ട്രക്ചറലിസത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസിനെ അതിന്റെ ബേസിക് എലമെന്റ് ആയിട്ട് എഡ്വേർഡ് ടിക്നർ ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ കളർ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന്റെ ടെക്സ്ചർ. അപ്പൊ ഈ കളറും ടെക്സ്ചറും ഒക്കെ ഇതിലാ വരുക, അത് അതിന്റെ ഇമേജസിലാണ് വരുക. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ട് അതിന് ബേസിക് എലമെന്റ്, അതൊക്കെയാണ് അതിന്റെ ബേസിക് എലമെന്റ് ആയിട്ട് ടിക്നർ കണക്കാക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസിനെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ അതിന്റെ കളറ്, സ്മെല്ല്, ടേസ്റ്റ്, ടെക്സ്ചർ, സെൻസേഷൻ, അത് നമുക്ക് ഡിറൈവ് ചെയ്യുന്ന ഫീലിംഗ്, ഇങ്ങനെയൊക്കെയാണ് സ്ട്രക്ചറലിസത്തിന് ടിക്നർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് റിഡക്ഷനിസ്റ്റിക് അപ്രോച്ചസ് ആണ്, അതുപോലെ തന്നെ എലമെന്റ് ആക്കി മാറ്റുന്നുണ്ട്. പക്ഷെ എഡ്വേർഡ് ടിക്നർ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. പക്ഷെ വില്യം വൂണ്ട് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ്. പിന്നെ അത് ഇതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷണലിസം, അതുപോലെ തന്നെ റിഡക്ഷനിസ്റ്റിക് അപ്രോച്ച് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ എലമെന്റലിസം പറയാം, പിന്നെ ആറ്റോമിസ്റ്റിക് അപ്രോച്ച് ആണെന്ന് പറയാം. നമ്മൾ പറയും ഒരു ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോ ആണ്. അപ്പൊ അതിന് ആറ്റോമിസ്റ്റിക് അപ്രോച്ച് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചറലിസത്തിൽ വരുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഒരു മേജർ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ സ്മോൾ എലമെന്റ്സ്, അത് ഫീലിംഗ് ആയിക്കോട്ടെ, സെൻസേഷൻ ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ ഒരു ഓവറോൾ കോൺസെൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സ്ട്രക്ചറലിസത്തിന്റെ മേജർ എയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചറലിസം ആണ് ഒരു ഫസ്റ്റ് സ്കൂളിൽ നിന്ന് നമുക്ക് പറയാം ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലിസം ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ ഇതിന് ഒരുപാട് ക്രിറ്റിസിസംസ് ഇതിന് മുകളിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും നമുക്ക് ഇതിന്റെ കൂടെ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു എങ്ങനെയാണ് സ്ട്രക്ചറലിസം വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ വാട്ട് ഈസ് എ മൈൻഡ് മെയ്ഡ് ഓഫ്, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ എങ്ങനെയാണ് ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസ് മീഡ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു ഓൾ ഓവർ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഗോൾ ഓഫ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അനലൈസ്
കോൺഷ്യസ് എക്സ്പീരിയൻസ് ഇൻറ്റു ബേസിക് എലമെന്റ്സ് ആയിട്ട്. അപ്പൊ അത് ഇമേജ്, സെൻസേഷൻ, ഫീലിംഗ്, ഈ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഡൂയിങ് ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ. അപ്പൊ ആ ഇൻട്രോസ്പെക്ഷനും ഈ സ്ട്രക്ചറലിസത്തിന്റെ ഒരു സെൻട്രൽ കോൺസെപ്റ്റ് ആയിട്ട് വരും. ഓക്കെ. അപ്പൊ അതിൽ ഞാൻ ഇവിടെ ഇൻട്രോസ്പെക്ഷന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റമിക് എക്സാമിനേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് വൺസ് ഓൺ കോൺഷ്യസ് എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പൊ അത് സിസ്റ്റമിക് ആണ്, കൺട്രോൾഡ് ആണ്, ട്രെയിൻഡ് ആണ്, ഡീറ്റെയിൽഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വരുന്ന സമയത്ത് യു ക്യാൻ റിലേറ്റ് ദിസ് ഇസ് വെരി മച്ച് റിലേറ്റഡ് ടു ദ സ്ട്രക്ചറലിസം. ആ ഒരു കൺക്ലൂഷനിലാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ടിക്നറിന്റെ സ്ട്രക്ചറലിസത്തിൽ 3 ബേസിക് എലമെന്റ്സ് ആണ് വരുന്നത്: സെൻസേഷൻ, ഇമേജ്, ഫീലിംഗ്. ഓക്കെ. അപ്പൊ അതില് അതിന്റെ പെർസെപ്ഷൻ, നമുക്കത് എങ്ങനെയാ സെൻസ് ചെയ്യുന്നതെന്നുള്ളത്, അതിന്റെ ബ്രൈറ്റ്നസ്, കളറ്, സൗണ്ട്, ടേസ്റ്റ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസിനെ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് മെന്റൽ റെപ്രസെന്റേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പീരിയൻസ്. ഓക്കെ. പിന്നെ വരുന്നത് ഫീലിംഗ്, അത് ഒരു ബേസിക് ഇമോഷണൽ എക്സ്പീരിയൻസ്. അപ്പൊ ഈ ഒരു 3 രീതിയിലാണ് ടിക്നർ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഇതില് നമ്മൾ മെയിൻ സെൻട്രൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇറ്റ് ഇസ് ഫസ്റ്റ് എലമെന്റൽ സ്കൂളാണ്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ബേസിക് എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ്. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ വന്നിരിക്കുന്ന മേജർ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് എഡ്വേർഡ് ടിക്നർ ആണ്. പിന്നെ ഇത് സ്ട്രക്ചർ ഓഫ് കോൺസെൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കോളാം. ഓക്കെ. പിന്നെ ഈ സ്ട്രക്ചറലിസത്തിന് മുകളിൽ എന്തുകൊണ്ട് ഒരു അനദർ സ്കൂൾ വന്നു? സ്ട്രക്ചറലിസത്തിന് ശേഷം ഫങ്ഷണലിസം, ബിഹേവിയറിസം, ഇതൊക്കെ വന്നു, ഗസ്റ്റാൾട്ട് അപ്രോച്ചസ് എല്ലാം വന്നു. അതിന്റെ റീസൺ എന്താ? അപ്പൊ സ്ട്രക്ചറലിസത്തിന് എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്, കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് എ റീസൺ വൈ അനദർ സ്കൂൾസ്, മേജർ സ്കൂൾസിൽ വേറെയും പലതും വരാനുള്ള കാരണം. അപ്പൊ ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ സബ്ജക്റ്റീവ് ആണ്. നമ്മൾ ഒരു കാര്യത്തിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെയും അവർ എക്സാമിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവരും സെയിം റിപ്പോർട്ട് തരണം എന്നില്ല. ഓക്കെ. അപ്പൊ ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ സബ്ജക്റ്റീവ് ആണ്. പിന്നെ ഇത് കുട്ടികളുടെ കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് ദേ ആർ അണേബിൾ ടു പ്രൊഡ്യൂസ് ഒരു വേർബൽ ഇൻട്രോസ്പെക്റ്റീവ് റിപ്പോർട്ട്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂല. അത് കുട്ടികളുടെ കേസിലാണെങ്കിലും ആനിമൽസിന്റെ കേസിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലിമിറ്റഡ് സ്കോപ്പും ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് സെയിം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സെയിം ഈ സബ്ജക്റ്റ് എക്സ്പീരിയൻസ് പിന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിന് ഒരു പ്രാവശ്യം സെൻസ് ചെയ്യുന്നതും ആ സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ കാര്യത്തിന് വീണ്ടും സെൻസ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് വീണ്ടും സെയിം എക്സ്പീരിയൻസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിപ്ലിക്കേറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ഈ സ്ട്രക്ചറലിസം മാറി പിന്നെ അതിന് മുകളിൽ അനദർ മേജർ സ്കൂൾസ് ബിൽഡപ്പ് ആവാനുള്ള കാരണം. അപ്പൊ ഇതില് മേജർ ഡിഫറൻസസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്നർ സ്ട്രക്ചറലിസം കൊണ്ടുവരുന്നത് 1896 1879 വൂണ്ട് എക്സ്പെരിമെന്റൽ സൈക്കോളജി അതുപോലെ തന്നെ ലീപ്സിംഗ് ലബോറട്ടറി കൊണ്ടുവരുന്നത്. ഓക്കെ. സോ നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു റിവിഷൻ ആണ് ഇതിൽ വരുന്നത്. മേജർ ക്രിറ്റിസിസം സബ്ജക്ടിവിറ്റി ആയിരുന്നു. അതിന്റെ മേജർ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മൈൻഡ് മെയ്ഡ് അപ്പ് ഓഫ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു എന്തൊരു എക്സ്പീരിയൻസിന് അതിന്റെ ബേസിക് എലമെന്റ് ആയിട്ട് മാറ്റുവാണ് ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതിന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ ബേസിക് എലമെന്റ്. ഓക്കെ. ദ മെത്തേഡ് വിച്ച് വി യൂസ്ഡ് ഹിയർ ഈസ് ഇൻട്രോസ്പെക്ഷൻ ആണ് യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതുപോലെ തന്നെ സ്ട്രക്ചറലിസം കൊണ്ടുവന്നത് ടിക്നർ ആണ്. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിലൂടെ ഒന്ന് നോക്കുക. പിന്നെ ഇതൊന്ന് കറക്റ്റ് ചെയ്തോളൂ. ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. അസേർഷൻ പറയുന്നത് സ്ട്രക്ചറലിസം റിലീവ്ഡ് ഹെവിലി ഓൺ ഇൻട്രോസ്പെക്ഷൻ,
സ്ട്രക്ചറലിസ്റ്റ് അറ്റംപ്റ്റ് ടു ഐഡന്റിഫൈ ദ ബേസിക് എലമെന്റ് ഓഫ് കോൺഷ്യസ് എക്സ്പീരിയൻസ്. അപ്പം ബോത്ത് എ ആൻഡ് അസേർഷനും റീസണും ട്രൂ ആണ്. അതുപോലെ തന്നെ റീസൺ ഈസ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ അസേർഷൻ. ഓക്കെ. പിന്നെ ഇതിൽ വരുന്ന സമയത്ത് വൂണ്ട് ഇസ് റിലേറ്റഡ് ടു ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി. ടിക്നർ ആണെങ്കിൽ സ്ട്രക്ചറലിസം ആയി റിലേറ്റഡ് ആണ്. ഫ്രൂയിഡ് ആണെങ്കിൽ സൈക്കോ അനാലിസിസ്. വാട്സൺ ആണെങ്കിൽ ബിഹേവിയറിസം. ഓക്കെ, അത് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തേതിൽ ഹിസ്റ്ററി കഴിഞ്ഞു. അതുപോലെ തന്നെ മേജർ സ്കൂൾസിൽ നമ്മൾ സ്ട്രക്ചറലിസം ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നാളെ നമ്മൾ നെക്സ്റ്റ് മേജർ സ്കൂൾസ് ഓഫ് സൈക്കോളജി ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫർദർ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ ജോയിൻ ആവാത്തവര് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളൂ. നിങ്ങൾക്ക് അതിലായിരിക്കും അപ്ഡേറ്റ്സ് എല്ലാം വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിൽ വരുവാണെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ് ഇൻ ടു ദ കമന്റ് ബോക്സ്. ഓക്കെ.